നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നിനോടൊന്ന് ചേർത്ത് ഒരൊറ്റ ശ്വാസം പോലെ, ഒരൊറ്റ താളം പോലെ. നമ്മൾ കാണുന്നതും നമ്മൾ കാണാതെ പോകുന്നതും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വെറും യാദൃച്ഛികമല്ല എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ വീടുകളിലേക്ക് പലപ്പോഴും ചില ജീവികൾ അപ്രതീക്ഷിതമായി വന്നു കയറാറുണ്ട്. പലരും അതിനെ സാധാരണ കാര്യം എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയും. പക്ഷേ ചില ജീവികൾ വീടിനുള്ളിലേക്ക് വന്നു കയറുമ്പോൾ അത് പ്രകൃതി നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നതായിരിക്കും. ഇത് അന്ധവിശ്വാസമല്ല, ഇത് അനുഭവങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. പല വീടുകളിലും വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പേ അവിടെ ചില സൂചനകൾ പ്രകൃതി തന്നിട്ടുണ്ടാകും. പക്ഷേ ആ സൂചനകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയാറില്ല എന്നതാണ് സത്യം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്ന ചില പ്രത്യേക ജീവികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അവ ദോഷത്തിൻ്റെയോ അപകടത്തിൻ്റെയോ മുന്നറിയിപ്പുകളാണോ, അതോ നമ്മൾ സൂക്ഷിക്കണമെന്ന് പ്രകൃതി പറയുന്ന സിഗ്നലുകളാണോ എന്നതാണ് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികമെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. കാരണം ഇവയിൽ പലതും ജീവിതം തന്നെ മാറ്റിമറിച്ച അനുഭവങ്ങളാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ എന്ന് ഒരിക്കൽ പോലും തോന്നിയാൽ അത് തന്നെ ഈ വീഡിയോയുടെ പ്രാധാന്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായി ആ സൂചനകളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു കഷ്ടകാലം വരുന്നതിന് മുൻപായി വന്നു കയറുന്ന ആദ്യത്തെ ജീവിയാണ് അരണ എന്ന് പറയുന്നത്. അരണ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്രയേറെ ദുർസൂചന നൽകുന്ന മറ്റൊരു ജീവിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് അരണ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു മനപ്രയാസത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളുമാകാം, എന്തുമാകാം. അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ ശക്തിയുള്ള തരത്തിലുള്ളതാണ് എന്ന് വസ്തുത മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ അരണ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അരണ കയറിയ ഭാഗത്ത് മഞ്ഞൾ വെള്ളം തളിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ നിങ്ങൾക്ക് കഴിയും. ഇനി രണ്ടാമതായി, നിങ്ങളുടെ വീടുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങളും ദോഷങ്ങളുമൊക്കെ വരുന്നതിന് മുൻപായി വന്നു കയറുന്ന ഒരു ജീവിയാണ് കരിമ്പൂച്ച. കറുപ്പായിരിക്കും അവയ്ക്ക്. കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്ന രൂപമായിരിക്കും ഈ കറുത്ത പൂച്ചകൾക്ക് കാണാൻ. കറുത്ത പൂച്ചകളെ കാലൻ പൂച്ച എന്നും പറയാറുണ്ട്. ഇത്തരത്തിലുള്ള കറുത്ത നിറമുള്ള പൂച്ചകൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഉടനെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു സൂചനയാണ്. ഇപ്രകാരം കറുത്ത പൂച്ചകൾ നിങ്ങളുടെ വീടുകളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവയെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇനി മൂന്നാമതായി, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതീവ ദോഷകരമായിട്ടുള്ള സൂചനയുമായി വന്നു കയറുന്ന ഒരു ജീവിയാണ് നിശാശലഭം അഥവാ കാലൻ ശലഭം എന്നറിയപ്പെടുന്നത്. ഇവ തുടർച്ചയായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു സൂചനയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവ ആ തിരി തെളിഞ്ഞു നിൽക്കുന്ന വിളക്കിന് ചുറ്റും പറക്കുകയോ ആ വിളക്കിലെ തിരിനാളങ്ങൾക്കുള്ളിൽപ്പെട്ട് ചാമ്പലാവുകയോ ഒക്കെ ചെയ്യുന്നത് ആ ഭവനത്തിലുള്ളവരുടെ ജീവന് വരെ ആപത്താവുന്ന തരത്തിലുള്ള അപകടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഈ ഒരു നിശാശലഭം
വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മഞ്ഞൾ വെള്ളം തളിച്ച് വീട് ശുദ്ധീകരിക്കുക. ഇനി നാലാമതായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനു മുൻപായി പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ് ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്ന് ചത്തുകിടക്കുന്നത്. ഉപ്പൻ എന്ന് പറയുന്ന ലക്ഷ്മി കടാക്ഷം അത്രയേറെയുള്ള ഒരു പക്ഷിയാണ്. അവ ചത്തുകിടക്കുന്നത് കണ്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവിക്ക് പകരം മൂദേവിയാണ് വസിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവ ചത്തുകിടക്കുന്നത് കണ്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവിക്ക് പകരം മൂദേവിയാണ് വസിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ ആ ഭവനത്തിൽ വരുവാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. അതിനാൽ ഇപ്രകാരം നിങ്ങൾ കണ്ടാൽ നിസ്സാരമാക്കാതെ ഉടനെ തന്നെ അവിടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ ഒരു ദുഷ്ടശക്തിക്കും തൊടുവാൻ കഴിയില്ല. ഇനി അഞ്ചാമതായി വീട്ടിലൊരു ശുഭകരമല്ലാത്ത കാര്യം സംഭവിക്കുന്നതിന് മുൻപായി പ്രകൃതി കാട്ടിത്തരുന്ന ഒരു സൂചനയാണ് പല്ലികൾ വീടിൻ്റെ അടുക്കളയിലും പൂജാമുറിയിലും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ചത്തുകിടക്കുന്നത് കാണുന്നത്. ഇത് എത്രത്തോളം ദോഷകരമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. ജീവിതത്തിൽ ഇത് അനുഭവത്തിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന് ഫലം അച്ചിട്ടാണ്. ഇപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം ഉളവാക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ആ ഭവനത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഇപ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പല്ലി ചത്തു കിടക്കുന്ന ഭാഗത്ത് മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ഉടനെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇനി ആറാമതായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതീവ ദോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് കയറി വരുന്ന ഒരു ജീവിയാണ് ചിലന്തി. പ്രത്യേകിച്ച് വീടിൻ്റെ കന്നിമൂലയിൽ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ചിലന്തി നിരന്തരം കൂടുകൂട്ടുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യത്തിലുണ്ടാകുന്ന കടുത്ത പ്രശ്നങ്ങളും മാനസികമായ സങ്കടങ്ങളും ഒക്കെയാണ്. ചിലന്തി കൂട് കൂട്ടുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളൊന്ന് വൃത്തിയാക്കി പോയി വരുമ്പോഴേക്കും അടുത്ത ചിലന്തി അവിടെ കൂടുകൂട്ടിയിരിക്കും. അപ്രകാരം തുടർച്ചയായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളത് നിസ്സാരമാക്കരുത്. അവിടം അടിച്ചുവാരി ചിലന്തിയെ തുരത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ കുന്തിരിക്കം പുകച്ച് ശുദ്ധീകരിക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ അവിടെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജമകന്ന് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ നിറയുന്നതായിരിക്കും. ഇനി അടുത്തത് ഏഴാമതായി പറയുന്നത് നായകൾ വീടുകളിൽ വന്ന് കയറി പ്രസവിക്കുന്നത്. ഇതിൻ്റെ ദുഷ്യഫലങ്ങളെ പറ്റി പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്രകാരം വീടുകളിൽ നായ വന്ന് പ്രസവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവത്തെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ ജീവിതത്തിൽ അതിനെപ്പറ്റി മറക്കില്ല. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ നായകൾ വന്ന് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുവാനിരിക്കുന്ന ദോഷത്തിൽ നിന്ന് കുറയ്ക്കും. അടുത്തത് എട്ടാമതായ ഭവനത്തിൽ അതീവ ദോഷകരമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു കയറുന്ന ഒരു ജീവിയാണ് വവ്വാല്. വവ്വാലുകൾ തുടർച്ചയായി നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മഹാലക്ഷ്മി വാഴേണ്ട നിങ്ങളുടെ ഭവനത്തിൽ മൂദേവിയാണ് കുടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്രകാരം വവ്വാലുകൾ വന്നു കയറുന്നുണ്ടെങ്കിൽ കൊടിയ ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും അനർത്ഥങ്ങളും ഒക്കെ തന്നെയാണ് ഫലം. തുടർച്ചയായി നിങ്ങളുടെ ഭവനങ്ങളിൽ വവ്വാൽ വന്നു കയറുന്നുണ്ടെങ്കിൽ അവ വന്നു കയറുന്ന വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് അടയ്ക്കുക. അവയെ പുറത്താക്കിയതിനു ശേഷം വീടിന് ചുറ്റും മഞ്ഞൾ ജലം തളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവസാനമായി പറയാൻ പോകുന്നത് ശത്രുദോഷവും കണ്ണേറുമൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്ന ഒരു ജീവിയാണ് പഴുതാര. കടുത്ത ശത്രുദോഷം ബാധിച്ച വീടുകളിലേക്ക് പഴുതാര വന്നു കയറുമ്പോൾ നിങ്ങൾ എത്ര തവണ അവയെ കൊന്നുകളഞ്ഞാലും വീണ്ടും വീണ്ടും അവ വന്നു കയറിക്കൊണ്ടേയിരിക്കും.
ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു സൂചനയാണ്. നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കരായ ശത്രുദോഷമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിത് നിസ്സാരമായി വിട്ടുകളയരുത്. പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.